കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിന്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല, അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുക്കും. പിന്നെ കൊടുക്കാതെ അവർ ഞാൻ ചോദിക്കട്ടെ, ഒരു 8 മാസം മുൻപുള്ള ഒരു ക്ലയന്റ് ഗവൺമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ 8 മാസം കണ്ടിന്യൂസ് ആയി വരും? 8 മാസം എടുത്തത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പൊ സത്യമായി നടക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരിടത്ത് സജ്ന വിഷയവും ഒരിടത്ത് കല്യാണി വിഷയവുമാണ്. ഈ കല്യാണി എന്ന് പറയുന്ന പുള്ളിക്കാരിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ നടക്കുന്നത്. വെളുക്കാനായിട്ട് കുറച്ച് ക്രീം വാരി തേച്ചതാണ് മക്കളെ പ്രശ്നമായിട്ടുള്ളത്. ഈ വൈറ്റ് ക്രീം വാരി മുഖത്ത് തേക്കുകയും അതുമൂലം മുഖത്ത് സ്കിന്നിന് കുറച്ച് ഡാമേജ് ഉണ്ടാകുകയും ഈ ഡാമേജ് പരിഹരിക്കാനായിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു ക്ലിനിക്കിൽ പോകുകയും ആ ക്ലിനിക്കിൽ പോയി അവിടെ ചികിത്സിച്ച് കഴിച്ചതിന് ശേഷം അവർ ബില്ല് കൊടുത്തില്ല, ഞാൻ കൊടുത്ത പൈസയ്ക്ക് ഒത്തു ബില്ല് തന്നില്ല, അതിന്റെ പാതിയുടെ ബില്ലാണ് തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഒരു ഷോട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ ഇവര് ഇട്ടിരിക്കുന്ന ഈ ഷോട്ടും പിന്നെ ഈ ക്ലിനിക്കുകാർ പറഞ്ഞിരിക്കുന്ന സത്യമായിട്ടുള്ള കാര്യവും നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഈ കല്യാണി പറഞ്ഞ കാര്യം ആദ്യം ഒന്ന് കേൾക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ക്ലിനിക്കിന്റെ പക്ഷം കൂടെ ഒന്ന് കേൾക്കണം. പക്ഷേ ക്ലിനിക്കുകാർ പറയുന്നത് നമുക്ക് മൊത്തം വിശ്വസിക്കാനും പറ്റത്തില്ല. അതാണ് ഇതിന്റെ അകത്തെ ഒരു പോയിന്റ്. എന്തായാലും ആദ്യം തന്നെ വെളുക്കാൻ വേണ്ടി തേച്ച നമ്മുടെ കല്യാണി പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം. രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷെ ടീച്ചറിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പൊ ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് എളുപ്പപ്പണിക്കൊന്ന് പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എന്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോണേ. അവിടെ ഡോക്ടർ 3 മാസം കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ എന്നാണ് ഇവിടെ ഈ കല്യാണി പറയുന്നത്. അത് മാത്രമല്ല, ഈ കല്യാണി പറയുന്നത് മുഖത്തൊരു പാടെന്നാണ്. ഈ ക്രീം തേച്ചത് മുഖേന ഉണ്ടായ ഒരു പാടാണ്. ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവരുടെ ഫോളോവേഴ്സിനെയൊക്കെ എന്തായിട്ട് കാണുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഫാമിലി പോലെ കാണുമെന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഇവർ കുറെ പ്രോഡക്റ്റുകൾ അങ്ങോട്ട് പ്രൊമോഷൻ ചെയ്തിട്ട് ഈ പാവം പിടിച്ച ഇവർ ഈ ഫോളോവേഴ്സ് ആയിട്ടുള്ളവർ പോയി മേടിക്കും, അവർ വാരി തേക്കും. അവർക്ക് ഇതിനെക്കാട്ടിലും പ്രോബ്ലം ആകും. ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശുണ്ട്, കാരണം ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ പാവം പിടിച്ച ഈ ഫോളോവേഴ്സിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് കഷ്ടം. പക്ഷെങ്കിൽ ഇവര് ഈ ഫോളോവേഴ്സിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞാലും ഇവർക്ക് ഉത്തരവാദിത്വം ഇല്ല, ഈ വീഡിയോ ഇടുന്നവർക്ക്. പക്ഷേ ഈ വീഡിയോ ഇടുന്നവർ എന്ത് പറഞ്ഞാലും ഇവർ കേൾക്കുകയും ചെയ്യും. അത്രയ്ക്ക് അടിമകളാണ് അവരങ്ങനാണ്. അവരോട് പിന്നെ നമ്മൾ സത്യം പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാലും ഇവർ വിശ്വസിക്കത്തില്ല. ഇവർ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. കാരണം ഫാമിലി ബ്ലോഗേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതുപോലെ പ്രൊമോഷനൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അയ്യോ പെറ്റതള്ള സഹിക്കില്ല. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDS ഉം MBBS ഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയും ഒക്കെ. അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം പിറകെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിന്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല, അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പർ ആയിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പൊ ബില്ല് അവിടെ നിൽക്കട്ടെ, എന്റെ ഫയലിന്റെ ട്രീറ്റ്മെന്റ് ഇതുവരെ എടുത്ത ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷെ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിന്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എന്റെ മനസ്സ് അംഗീകരിക്കാത്തതിന്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷെ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പൊ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. അങ്ങനെ അത്രേ ഉള്ളൂ മക്കളെ എന്ന് പറഞ്ഞ് നിർത്തിയ ഈ ഒരു പുള്ളിക്കാരി വലിയൊരു വീഡിയോ, അതായത് ലോങ് വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ക്ലിനിക്കുകാരും ഒക്കെ ആകാംക്ഷയാണ് ഇവരെന്ത് പറയുന്നു എന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, ഇവര് എന്ത് പറയുന്ന ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു 10-15 വർഷം പഴക്കമുള്ള ഒരു സ്ഥാപനത്തിനെതിരായിട്ടാണ്. ഓക്കെ, അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ 2015 സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥാപനമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രവുമല്ല, ഇവർക്കൊരു 7 ബ്രാഞ്ചുകളും ഉണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ. പക്ഷെ ഇവര് ഈ വീഡിയോയിൽ പറയുന്നത് അല്ലെങ്കിൽ ഒരു വോയിസിൽ പറയുന്നത്, ഈ ക്ലിനിക്കുകാർ പറയുന്നത്, അവർ പറയുന്നത് 15 വർഷത്തെ എന്താ പറയുക പ്രവർത്തന പാരമ്പര്യമുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും ഇവരുടെ സ്ഥാപനത്തിന്റെ പേര് ദെയർ ഫോർ ഐ ആം എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന്റെ പേരാണ്. ഓക്കെ, എന്തായാലും ഈ സ്ഥാപനത്തിലേക്ക് നമ്മുടെ ദേവ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡീകോഡ് ചാനലിലെ ദേവ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ദേവ് വിളിച്ച് ഇവരുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആദ്യം ഇവർ അവിടെ പോകുന്നു, ആ സ്ഥാപനത്തിലെ ഡോക്ടറുമായിട്ട് ഈ കല്യാണി എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നു, നല്ലപോലെ എന്താ പറയുക ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം അവർ പരിചയത്തിലാകുന്നു. പിന്നെ ഈ പറയുന്ന തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഈ ഹോസ്പിറ്റലിൽ പോയി 8 മാസത്തോളം അവിടെ ചികിത്സിക്കുന്നു.
അവിടെ ചികിത്സിച്ചു. ചികിത്സിച്ചതിന് ശേഷമാണ് ഈ പരിപാടികളൊക്കെ വരുന്നത്. പക്ഷെ ഈ പരിപാടികളൊക്കെ വരാൻ കാരണമായിട്ട് ഒരു സംഭവമുണ്ട്. അതെന്താണ്? അതാണ് മക്കളെ പോയിന്റ്. അതായത് ഇവര് കൊളാബ് ആവശ്യപ്പെട്ടു ആരോട്? ഈ ക്ലിനിക്കുകാരോട്. പക്ഷെ ക്ലിനിക്കുകാർക്ക് ഈ കൊളാബിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യർ തൊട്ട് അവരുടെ ക്ലൈന്റ് ആണ്. അപ്പൊ എന്താണ് ഇവർക്ക് ഈ പറയുന്ന ഈ ഇങ്ങനെ ഈ ഫുഡ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഫാമിലി ബ്ലോഗേഴ്സിന്റെ ഒന്നും കൊളാബ് ആവശ്യമില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു വേണ്ടാന്ന്. ഇതാണ് ഇതിനെല്ലാം കാരണമെന്നാണ് ഈ ക്ലിനിക്കുകാർ അവകാശപ്പെടുന്നത്. എന്തായാലും ക്ലിനിക്കുകാരുടെ വോയിസ് ഒന്ന് കേട്ട് നോക്കൂ മക്കളെ. ഫസ്റ്റ് വിസിറ്റ് അറൗണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്, സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. പറഞ്ഞോളൂ. ആൻഡ് വിസിറ്റിൽ വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീം കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഗ്ലൂട്ടൻ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് ചെയ്തത്. ആൻഡ് IVs എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷന് ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു? യെസ്. ആള് ഫീൽഡ് ആണല്ലോ, ലൈക് ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജു വാര്യർ തൊട്ട് എല്ലാരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഈവൻ പെയ്ഡ് ആഡ്സ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. ബിക്കോസ് നിങ്ങൾക്ക് സിഇഒക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളിയില്. ഇവർ പറയുന്നത് ശരിയാണ്. ഇവർക്ക് സെലിബ്രിറ്റീസ് ഒക്കെ ഇവരുടെ ക്ലൈന്റ് ആയിട്ടുണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. വേറൊരു കൊളാബും കാര്യങ്ങളും ഒന്നും ഇവർ ചെയ്തതായിട്ട് കാണുന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇവർ അവിടെ പോയി ഇവരുടെ ചികിത്സയ്ക്കുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു എന്താ പറയുക ഒരു പാട് പോലെ വന്നു. ഇവർ ഈ ക്രീം തേച്ച് ആദ്യം വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ സംഭവം അങ്ങ് മാറി. അതാണ് വെളുത്തിട്ട് പാറാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ക്രീം വാരി മുഖത്ത് തേക്കുമ്പോൾ വെളുത്തിട്ട് പാറുക മാത്രമല്ല പിന്നെ ഒരു പറക്കലുണ്ട് എന്നുള്ള കാര്യം കൂടെ എല്ലാവരും ഓർക്കുക എന്നുള്ളതാണ്. ദൈവം തന്ന സൗന്ദര്യത്തെ അതുപോലെ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇങ്ങനെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന രീതിയിലേക്ക് പോകരുതേ എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടെ ഈ വീഡിയോയുടെ കൂടെ കൂട്ടിച്ചേർക്കുക. എന്തായാലും ഇവരുടെ ഈ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കിയേ. ഇവരുടെ ഡോക്ടർ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ട്, അതിൽ സംസാരിക്കുന്നതാണ്. അതും കണ്ടു. Oh yeah, people often ask me why I talk so freely about the procedures I do. For me, it's very simple. It's trust building. As a doctor, I would never recommend something to my clients that I wouldn't choose for myself, right? My clients always trust me with their face, their skin, their confidence, and I believe they deserve a complete honesty about every treatment. Because when it comes to my clients, trust me, honesty is not an option. It is a foundation of everything that I do. And not just that, I speak about the procedures to help remove stigma around aesthetic procedures. It helps people understand that these treatments... ഇതുപോലെ തന്നെ അവർ ഈ കൊളാബിന്റെ ഒന്നും ആവശ്യം അവർക്കില്ല, കൊളാബ് ചെയ്തിട്ടില്ല. ഇത് ഇവർ തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ അകത്ത് മഞ്ജു വാര്യർ തൊട്ട് വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ ഇവരുടെ ക്ലയൻസ് ആണെന്ന് പറയുന്നുമുണ്ട്. ഓക്കെ, ബാക്കി വോയിസ്. മാം ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഓൺ ദാറ്റ് ബിക്കോസ് നമുക്ക് അല്ലാതെയുള്ള ആക്ട്സ് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മള് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് അറിയൂ? 15 വർഷത്തിന് മേലെയായി തൃശ്ശൂരും കൊച്ചിയിലും ഒക്കെ. ഞങ്ങള് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. ഓക്കെ. അപ്പൊ ഇവര് എനിക്ക് നാട് കൊല്ലത്താന്ന് തോന്നുന്നു. അപ്പൊ കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? മാമിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു ആള്. ഇതിന്റെ അകത്ത് പറഞ്ഞു കേട്ടല്ലോ, മാമിന്റെ വലിയൊരു ഫാൻ ആയിരുന്നു അവര്. അങ്ങനെയാണ് അവരോട് വന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഈ പറയുന്ന കല്യാണി എന്തായിരുന്നു പറഞ്ഞത്? 3 മാസം കൂടി ഇരിക്കുമ്പോൾ വരുന്ന ഡോക്ടറാണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. അതായത് ഒന്നും അറിയാത്തവരെ പോലെ ഒരു പുച്ഛ രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. പക്ഷെ എന്താണ് സത്യാവസ്ഥ? ഇവിടെ എന്താണ് പറയുന്നത്? അപ്പോഴാണ് നമുക്ക് ഇതിന്റെ അകത്തെ ഒരു കളി മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് സത്യം ആരുടെ ഭാഗത്താണ് എന്നുള്ളത് പൂർണ്ണമായി കേൾക്കുകയും പിന്നെ വേറൊരു സംഭവം ഈ പറയുന്ന കല്യാണിയുടെ വീഡിയോ വരികയും ചെയ്യണം. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ
ഇതിൽ ബാക്കി കേട്ടെ. അവനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് എക്സ്പയർ ചെയ്ത് വന്ന ഒരു ക്ലയന്റ് ആണ് ആള്. ഇവര് അല്ലാതെ നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോൾ പോലും കൺസൾട്ടേഷൻ ടൈമിൽ കരച്ചിലാണ്. ഇവരുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു, എന്താ കറുത്തിരിക്കുന്നത്, എന്താ. അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താണ്? മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ബിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാതിരിക്കുന്നതല്ല, ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പേയ്മെന്റ് ചെയ്ത് വന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, അവരെ എനിക്ക് വല്ല റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷൻ കഴിഞ്ഞ എമൗണ്ട് പറഞ്ഞ് ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് പോകുന്നത്. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ കൊളാബ് റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾക്കത് താല്പര്യമില്ല, നമ്മൾ അങ്ങനെ ആരെയും പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഗെയിൻ ആള് 2-3 സെഷൻ വീണ്ടും വന്നു, പേയ്മെന്റ് ചെയ്ത് തന്നെ ആള് പ്രൊസീജിയർ ഒക്കെ ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷൻ 3-4 സെഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോൾ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്ന് ആള് പറഞ്ഞു. ആൾ ഇതിന്റെ ഇടയിൽ വേറെ ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ റേറ്റ് ആയിട്ട് മിസ്മാച്ച് ഉണ്ട്. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ക്ലയന്റിനോട് ട്രീറ്റ്മെന്റ് എമൗണ്ട് പറഞ്ഞ് ക്ലയന്റിന്റെ കൺസെന്റ് എടുത്തതിന് ശേഷമാണ്. എന്തായാലും കൊള്ളാം. ഇത് അവരുടെ ഈ പ്രേക്ഷകരോട് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഇതുപോലെ എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടി കൊളാബ് ചെയ്ത് നിങ്ങളെ പറ്റിച്ച പരസ്യം ചെയ്തപ്പോൾ എൻ്റെ മുഖത്തുണ്ടായ പാടാണ്, നിങ്ങൾക്ക് അങ്ങനെ പാടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്നൊന്നും ഇവർ പറയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ മുമ്പിൽ ഈ പറയുന്ന ഇവരുടെ ഫോളോവേഴ്സിന്റെ മുമ്പിൽ പറയാതിരിക്കാനും വേണ്ടിയാണ് ഇവർ പറഞ്ഞത് എൻ്റെ മുഖത്ത് ചെറുതായിട്ടൊരു പാടുണ്ടായി, എന്നാൽ ഈ ക്രീം തേച്ചതാണെന്ന് ഈ പറയുന്ന പ്രേക്ഷകരോട് പറയത്തുമില്ല. അത് ഈ പറയുന്ന ക്ലിനിക്കിൽ പോയി പറയുകയും ക്ലിനിക്കിൽ അതിന്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. എന്നിട്ട് ഇവർ വേറൊരു ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് നടത്തി എന്നുള്ള കാര്യവും ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ബാക്കി വോയിസ്. ക്ലയന്റ് പോകുമ്പോൾ തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. അവരുടെ പ്രൊഡക്റ്റ് മേടിക്കുന്നത് നമ്മുടെ ബാഗിനകത്ത് തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ നമ്മൾ ലീഗലി മൂവ് ചെയ്തല്ലോ, നമ്മളും ലീഗലി നമ്മളാണ് ആക്ച്വലി ലീഗലി ഞങ്ങൾ ഇന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിച്ചപ്പോഴാണ് അവര് ഇവിടെ ഇവര് ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്, അവരും ലീഗലി മൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ലീഗലി അങ്ങോട്ട് മൂവ് ആയിക്കോട്ടെ. കാര്യങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വെടിപ്പായിട്ട് പുറത്തു വരണം. കാരണം ഇവരെ വിശ്വസിച്ച് കുറെ പേര് ഇതൊക്കെ വാരി തേച്ചിട്ടുണ്ടാകാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതെന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി പ്രേക്ഷകർക്കും നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത്. എന്തായാലും ഇവര് പറയുന്നത്, ഈ കല്യാണി പറയുന്നത്, കല്യാണി ഫുൾ പേയ്മെന്റ് ചെയ്തിട്ടും ആ ഫുൾ പേയ്മെന്റിന്റെ ഒരു റെസിപ്റ്റ് ഇവർക്ക് കിട്ടിയിട്ടില്ലെന്നും ഫയൽ ഇവർക്ക് കിട്ടിയിട്ടില്ലെന്നും ഒക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെങ്കിൽ ഇവർ പറയുന്നു അങ്ങനെയൊന്നും അല്ല എന്നും പറയുന്നു. പിന്നെ ഇവരുടെ എന്താ പറയുക, അവിടുത്തെ ഷൂട്ട് ചെയ്തു, മേറ്റ ഗ്ലാസ് വെച്ചിട്ട് അവിടുത്തെ ക്യാമറ വെച്ചിട്ട് എല്ലാം ഷൂട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ബാക്കിയോടെ കേട്ടു. അവരുടെ കംപ്ലൈന്റ് എന്തായിരുന്നു? അവരുടെ കംപ്ലൈന്റ് ബിൽ കൊടുത്തില്ല, അവരുടെ റെക്കോർഡ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട് ആക്ച്വലി. കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാതെ അവര് ഞാൻ ചോദിക്കട്ടെ, ഒരു 8 മാസം മുൻപുള്ള ഒരു ക്ലയന്റ് ഗവൺമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ 8 മാസം കണ്ടിന്യൂസ് ആയി വരും. 8 മാസം എടുത്ത് നമ്മള് എന്താണ് നമ്മൾ ചീറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്കാം ആണെന്ന് അവര് റിയലൈസ് ചെയ്യാൻ. അത് ശരിയാണ്. 8 മാസം അവിടെ എന്താ പറയുക ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾക്ക് ബില്ല് കൊടുത്തില്ല അല്ലെങ്കിൽ ഇത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വിശ്വസിക്കാൻ അത്ര പൊട്ടന്മാരല്ല ആൾക്കാര്. ഓക്കെ, ബാക്കി 8 months പ്ലസ് വന്നിട്ടുണ്ട്. ഇവരുടെ കൺസേൺ ഇവർക്ക് വിലക്കണം, അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയണം, മെലിയണം, ഇതൊക്കെയാണ്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വീക്കിലി മൂവ് ചെയ്തപ്പോ കോർട്ട് ത്രൂ ഒരു പേപ്പർ അയച്ചു. അപ്പൊ അത് നമ്മുടെ അഡ്വക്കേറ്റ് തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കോർട്ട് ത്രൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വേർഷൻ, ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. ഐ മീൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കംപ്ലൈന്റ് എടുത്ത് ആക്ച്വലി ഞങ്ങളാണ്. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിക്കുമല്ലോ, രണ്ടുപേരെയും കൂടെ. അല്ല, ഞാൻ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാനുള്ള റീസൺ ഉണ്ടായിരുന്നു. അവര് ഇങ്ങനെ അലിഗേഷൻ വന്നതിന് ശേഷമാണ് കംപ്ലൈന്റ് കൊടുത്തത്. ഭയങ്കര മെസ്സപ്പ് ഉണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇവരുടെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വന്നത്, ഹസ്ബൻഡും കൂടെ വന്ന് ഇവിടെ മറ്റേ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ പെർമിഷൻ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് പറയും ഞാനിപ്പോ ലൈവ് പോകും, ഞാനിപ്പോ ഇത് ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാണ്. വിതൗട്ട് ആ പെർമിഷൻ അവരിവിടെ ചെയ്യുന്നു. പിന്നെ ഇരിക്കുന്ന വേറെ അതർ ക്ലയൻസിനോട് ചെന്നിട്ട് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ട് അങ്ങനെയൊക്കെ ഡീറ്റെയിൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. സ്റ്റാഫിനെയൊക്കെ ഹറാസ് ചെയ്യുന്ന പോലെ സ്റ്റാഫിന് എവിടേക്ക് ഇപ്പൊ വേണം. അപ്പൊ നമ്മൾ പറയുന്നില്ല ബില്ല് തരുന്നതിന് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകും. നമ്മൾ മെയിൽ ത്രൂ, ഇനിയും നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് അവർ കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളത് മെയിൽ ത്രൂ ഇന്ന് തന്നെ ഫുൾ ഡീറ്റെയിൽസ് തന്നെ തരാം എന്നിട്ട് അവരാണ് സംസാരിക്കുന്നത്. ഇവര് കരച്ചിലും ഭയങ്കര ഇമോഷണൽ സാധനങ്ങൾ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പിന്നെ സാറാണ് സംസാരിക്കുന്നത്. എന്നിട്ട് മെയിലും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് മെയിൽ ത്രൂ അയച്ചിട്ടുണ്ട്. ഇപ്പൊ ലീഗൽ പേപ്പർ വന്നപ്പോ അങ്ങനെ അയച്ചിട്ടുണ്ട്. ബാക്കി ഈ ഫുൾ ആയിട്ട് ലീഗലി പോകാനാണ് പ്ലാൻ. അതാണ് നമ്മൾ വേറെ വീഡിയോസ് ഒന്നും എക്സ്പ്ലോർ, നമുക്കിപ്പോ ഈ വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായി. അതിനകത്ത് അവര് പക്ഷേ ഈ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. അവർ ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തുവായാലും ലീഗലി മൂവ് ആയിട്ടുണ്ട്. കാര്യങ്ങളുടെ ഗതി ഇപ്പോൾ നല്ല രീതിയിലല്ല എന്നുള്ളതാണ്. ഈ പറയുന്ന സ്ഥാപനം ഈ പറയുന്ന കല്യാണിക്കെതിരെ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ പോയി ഷൂട്ട് ചെയ്യും, ലൈവ് പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഈ വോയിസിലൂടെ ഈ ലേഡി പറയുന്നത്. അത് മാത്രമല്ല കല്യാണി പറയുന്നത് കല്യാണിക്ക് ഇങ്ങനെയൊക്കെ എന്താ പറയുക ഫയൽ കൊടുത്തിട്ടില്ല എന്നും എന്താ പറയുക ബില്ലിന്റെ റിസിപ്റ്റ് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെ നിന്നും പറയുന്നുമുണ്ട്. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് തെളിവ് സഹിതം കല്യാണി വന്ന് പറയണം. ഇവിടെ ഈ വോയിസ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ വോയിസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കൊളാബ് കൊടുത്തില്ല, അതുകൊണ്ട് ഈ പറയുന്ന സ്ഥാപനത്തിനെതിരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്ന രീതിയിലേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഇങ്ങനെയല്ല എന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കല്യാണിക്കാണ്. അപ്പൊ കല്യാണി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി തെളിവുകൾ സഹിതം വന്ന് പറയുക. നിങ്ങളുടെ പ്രേക്ഷകരെ നിങ്ങൾ വഞ്ചിക്കാതിരിക്കുക. നിങ്ങളെ സബ് ചെയ്തിട്ട് നിങ്ങളുടെ എന്താ പറയുക അപ്പുക്കുട്ടനും പിന്നെ ഈ പുട്ടും പിന്നെ എന്താ പറയുക കോതയ്ക്കത്ത് ഏലും ഒക്കെ കാണാൻ വന്നിരിക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അവതരണ ശൈലിയൊക്കെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ അവരെ ചതിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതിരിക്കും എല്ലാവർക്കും.